പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ പറയാൻ പോണ മെൻ സ്റ്റൈൽ ഹാക്സ് ആണ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ബട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം നമുക്ക് കൂടുതൽ ഒരു സ്റ്റൈൽ എങ്ങനെ കൊണ്ടുവരാം, അതായത് നമ്മുടെ ഒരു പേഴ്സണാലിറ്റി എങ്ങനെ കുറെ കൂടി നല്ല രീതിയിൽ ബിൽഡ് ചെയ്യാൻ പറ്റുന്നു നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോ. നമ്പർ 1 എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ വളരെ ഈസി ആയിട്ട് കാഷ്വൽ ആയിട്ട് എടുക്കുന്ന ഒരു കാര്യമാണ് റോളിങ് യുവർ സ്ലീവ്സ്. നമ്മൾ അധികം ആൾക്കാർ ഫുൾ സ്ലീവ് ആണ് യൂസ് ചെയ്യുന്നത്, ബട്ട് നമ്മുടെ കേരളത്തിലൊക്കെ എല്ലാവരും തന്നെ മടക്കി വെക്കണ ഒരു സ്റ്റൈലാണ്. ഫുൾ സ്ലീവ് ഇടുന്നത് വളരെ കുറവാണ്. ബട്ട് ഫുൾ സ്ലീവ് ഇടാത്ത ആൾക്കാർ സ്ലീവ് റോൾ ചെയ്യണ ഒരു രീതിയുണ്ട്. ഒരു 3-4 ടൈപ്പ് ആക്ച്വലി നമുക്ക് നമ്മുടെ സ്ലീവ് റോൾ ചെയ്യാൻ പറ്റും. ഇത് നല്ല രീതിയിൽ റോൾ ചെയ്യാന്നുള്ളതാണ് സ്ലീവ് ഏറ്റവും ബെസ്റ്റ്. ഞാൻ ആക്ച്വലി സ്ലീവിങ്ങിനെ എങ്ങനെ റോൾ ചെയ്യാമെന്നെ കുറിച്ചിട്ട് ഒരു 3 years ബാക്ക് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് കയറി നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ 3-4 ടൈപ്പ് നമുക്ക് നമ്മുടെ സ്ലീവ് റോൾ ചെയ്യാമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഷർട്ട് ഇടുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ സ്ലീവ് റോൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടം വരെ വരിക, അല്ലെങ്കിൽ ഫുൾ ഇതിന്റെ മുകളിൽ വന്ന് നമ്മുടെ സ്ലീവ് റോൾ ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ക്ലീൻ ആൻഡ് ക്ലാസിക് ലുക്ക്. അതാണ്. സോ ട്രൈ ടു നോ ഹൗ ടു റോൾ യുവർ സ്ലീവ്. രണ്ടാമത് എനിക്ക് പറയാനുള്ള, ഇന്ന് 2024 ആണ് കാലഘട്ടം. ഹെയർ സ്റ്റൈലിംഗ്. ഓക്കെ, ഒരാൾക്ക് ഏറ്റവും കൂടുതൽ സ്റ്റൈലും കൊണ്ടുവന്ന ഒരു സംഭവം നമ്മുടെ ഹെയർ സ്റ്റൈലിംഗ് ആണ്. അപ്പൊ നിങ്ങളുടെ ഹെയർ നല്ല രീതിയിൽ സ്റ്റൈൽ ചെയ്യുക. എനിക്ക് അറിഞ്ഞൂടെ അധികം ആൾക്കാർ എന്തൊക്കെ പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നുള്ളത്. ഒരുപാട് പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിലും ഓരോ ഒക്കേഷനും ഓരോ പ്രൊഡക്ട്സ് ആണ്. നമ്മളത് അറിയണില്ല. ആക്ച്വലി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും മേടിക്കണം. ഒരു വാക്സ് മേടിച്ച് വെച്ചിട്ടുണ്ടാവും. ആ വാക്സ് തന്നെ എല്ലാ പരിപാടിക്കും അത് തന്നെ ഇട്ട് ചാമ്പ. ഓഫീസിൽ പോകുമ്പോഴും കല്യാണത്തിന് പോകുമ്പോഴും പാർട്ടിക്ക് പോകുമ്പോഴും എല്ലാം ഈ വാക്സ് ഇട്ട് അടിക്കുക. ഇതല്ല ആക്ച്വലി ഒരു മെൻ സ്റ്റൈൽ. ഒരു സ്റ്റൈൽ അറിയാവുന്ന ആള് ചെയ്യുന്ന രീതി ഇങ്ങനെയല്ല. ഓരോ പ്രോഗ്രാമിനും ഓരോ പരിപാടിക്കും ഓരോ ലുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതായത് വാക്സ് ആണെങ്കിൽ തന്നെ നിങ്ങൾ മേടിക്കണമെങ്കിൽ ഒരു മാറ്റ് ഫിനിഷ് വാക്സും മേടിക്കണം, ഒരു ഗ്രീസി ഫിനിഷ് വാക്സും മേടിക്കണം. മാറ്റ് ഫിനിഷ് വാക്സ് എന്ന് പറഞ്ഞാൽ റെഗുലർ അല്ലാത്ത ഈസി ആയിട്ടുള്ള ഗെറ്റ് ടുഗദർ ഗ്യാതറിംഗിനൊക്കെ യൂസ് ചെയ്യുക. അതേസമയം ഒരു ഗ്രീസി ലുക്ക് എന്ന് പറയുന്നത് ഒരു ക്ലീൻ ആൻഡ് ഷൈനിങ് ഉള്ള ലുക്കാണ്. അതൊരു പാർട്ടിക്കൊക്കെ പോകുമ്പോൾ, ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ഡീസെന്റ് ഇവന്റിന് പോകുമ്പോൾ ചെയ്യണം. അതേപോലെ തന്നെ മെസ്സി സ്റ്റൈൽ ഹെയർ ആണെങ്കിലും നിങ്ങൾക്ക് മാറ്റ് ഫിനിഷ് ഉള്ള വാക്സ് യൂസ് ചെയ്യാം. ഈ പ്രൊഡക്ട്സിന്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്, ഇഷ്ടമുള്ളവർക്ക് അത് കയറി മേടിക്കാം. അതേപോലെ തന്നെ ഈ ഹെയർ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാമ്പൂവും കണ്ടീഷണറും യൂസ് ചെയ്യുക. അതായത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിന് മുമ്പും പ്രൊഡക്റ്റ് യൂസ് ചെയ്ത ശേഷവും ഷാമ്പൂവും കണ്ടീഷണറും മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ മുടിക്ക് പണി കിട്ടും. പിന്നെ അത് മാത്രമല്ല, ഇത് യൂസ് ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്റ്റൈലിലോട്ട് നമ്മുടെ മുടിനെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അടുത്തെനിക്ക് പറയാനുള്ള സോക്സ് ഗെയിമാണ്. നമ്മൾ അധികം ആൾക്കാരും ഷൂസ് ഇടുന്ന ആൾക്കാരാണ്. അതായത് ഷൂസ് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ഒരിക്കലും സോക്സിനെ കുറിച്ച് നമ്മൾ അധികം ബോധമാകാറില്ല. സോക്സ് എങ്ങനെയൊക്കെ ആയിക്കോട്ടെ നമ്മൾ വലിച്ചിട്ട് അങ്ങോട്ട് പോകും. ബട്ട് അതിനൊരു സ്റ്റൈലുണ്ട് ആക്ച്വലി. നമ്മുടെ സോക്സ് എപ്പോഴും നമ്മുടെ പാന്റിന് മാച്ച് ചെയ്യണം. അത് നമ്മൾ അധികം ആൾക്കാർ ശ്രദ്ധിക്കാറില്ല. സോ അത് നിങ്ങൾ ഇനി കൺസിഡർ ചെയ്യുക. നമ്മളെപ്പോഴും പാന്റിന് സോക്സിൻ്റെ കൂടെ മാച്ച് ചെയ്യുക എന്നുള്ളതാണ്. ബട്ട് പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം, ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അധികം ഡാർക്ക് സൈഡ് സോക്സിലോട്ട് നിങ്ങൾ പോവുക. അതും പ്ലെയിനിലോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ല. ഡിസൈനുള്ള സോക്സ് പൂർണ്ണമായി ഒഴിവാക്കുന്ന എന്നല്ല ഞാൻ പറയണത്. ചില ഒക്കേഷനുകൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസൈനുള്ള സോക്സ് ഈസി ആയിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ബട്ട് എപ്പോഴും നമ്മൾ നമ്മുടെ പാന്റിൻ്റെ കൂടെ നമ്മുടെ സോക്സ് മാച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതും സ്റ്റൈൽ തരുന്നത്. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺഗ്ലാസ് യൂസ് ചെയ്യുക എന്നുള്ളൊരു പോയിന്റാണ്. സ്റ്റൈൽ ഹാക്കിൽ നമുക്ക് ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഒരു സൺഗ്ലാസ് അല്ലെങ്കിൽ ഒരു ഫ്രെയിം നമ്മുടെ മുഖത്ത് എപ്പോഴും ഫിറ്റ് ചെയ്യുക എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ എല്ലാ നേരം വെച്ചിട്ട് പോകണമെന്നല്ല. നമ്മൾ കാണുമ്പോൾ ആൾക്കാർക്ക് ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ആളാണെന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ സംടൈംസ് നമ്മൾ കാണുമ്പോൾ നമ്മുടെ സൺഗ്ലാസ് ഒക്കെ വെച്ച് ഇങ്ങനെ പോകേണ്ടതാണ്. സംടൈംസ് ഇതില്ലാണ്ട് പോകേണ്ട. നമ്മുടെ ലുക്ക് നമുക്ക് ആർക്കും ഒരു ഗസ് കൊടുക്കാൻ സാധിക്കുക. നമ്മളെപ്പോഴും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലുക്കിന്റെ ഉടമയായിട്ട് ആൾക്കാർക്ക് ഫീൽ ചെയ്യണം. അപ്പോൾ റൈറ്റ് നിങ്ങളുടെ മുഖത്തിന് ചേരുന്ന ഒരു ക്ലീൻ ലുക്കുള്ള സൺഗ്ലാസ് എപ്പോഴും നമ്മൾ ധരിക്കുക. നല്ല സൺഗ്ലാസ് നിങ്ങൾ ഓൺലൈനിൽ നിന്ന് കണ്ടെത്തി
മേടിച്ച് യൂസ് ചെയ്യണം. കാരണം സൺഗ്ലാസ് നിങ്ങൾക്ക് ഒരു സ്റ്റൈൽ അപ്ഗ്രേഡ് തന്നെ സാധനമാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ. നമ്മുടെ ഫിലിം സ്റ്റാർസ് മമ്മൂട്ടിയൊക്കെ ഏതുതരം സൺഗ്ലാസ് വെച്ചിട്ട് ആണ് നടന്നുകൊണ്ടിരുന്നിരുന്നത്. അപ്പൊ അത് എല്ലാവർക്കും അതൊരു സ്റ്റൈല് തന്നെ സാധനമാണ്. അത് തന്നെ നമ്മളും ചെയ്യാന്നുള്ള സൺഗ്ലാസിന് ഒരു സ്റ്റൈൽ ഉണ്ട്. നിങ്ങൾ ഈവൻ വേറെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ് ഇടുകയാണെങ്കിൽ പോലും ഒരു സൺഗ്ലാസ് വെച്ചിട്ട് നടന്നു പോകണമെങ്കിൽ വലിയ പത്രാസാന്ന് ആൾക്കാർ പറയും. ആ സൺഗ്ലാസിന് ആ പത്രാസ് ഉണ്ട്. സോ സൺഗ്ലാസ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ കൊണ്ടുവരിക. ഇതൊക്കെയാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന സ്റ്റൈൽ ഹാക്സ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൂടുതൽ സ്റ്റൈലും ലുക്കും ഉണ്ടാവുന്നതാണ്. വീണ്ടും പുതിയ വീഡിയോ ഞാൻ വരുന്നതാണ്. സ്റ്റേ സ്റ്റൈൽ.